ഇടുക്കി മുള്ളരിങ്ങാട്, നേര്യമംഗലം, അടിമാലി മേഖലകളിൽ കനത്ത മഴയാണ്. മുള്ളരിങ്ങാട് ലൂർദ് മാതാപള്ളി വികാരിയുടെ കാർ തോട്ടിലെ ഒഴുക്കിൽപ്പെട്ടു. പ്രദേശത്ത് വൈദ്യുതി തടസ്സപ്പെട്ടിരിക്കുകയാണ്. എബിൻ ജോസ് വിവരങ്ങളുമായി ടെലിഫോൺ ലൈൻ ചെയ്യുന്നുണ്ട്. എബിൻ, എന്താണ് ഉരുൾപൊട്ടൽ ഉണ്ടായെന്നൊക്കെ ചില പ്രേക്ഷകർ പറയുന്നു, പക്ഷേ അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കുന്നു. ശക്തമായ മഴ, കനത്ത മഴ ആ മേഖലയിലുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? പ്രജിൻ, വൈകുന്നേരത്തോടു കൂടിയാണ് ഇടുക്കി മുള്ളരിങ്ങാട്, വെള്ളക്കയം, നേരിമംഗലം, അടിമാലി മേഖലകളിലെല്ലാം തന്നെ ശക്തമായ മഴയുണ്ടായത്. ഏകദേശം 3 മണിക്കൂറോളം ഈ മഴ നിലനിന്നിരുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ പുഴയിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട്. ഇതിനിടെയാണ് മുള്ളരിങ്ങാട് ലൂർദ് മാതാ പള്ളിയിലെ വികാരി സഞ്ചരിച്ച കാറ് ഒഴുക്കിൽപ്പെട്ടത്. സമീപത്തെ തോട്ടിലേക്ക് ഒഴുക്കിൽപ്പെടുകയായിരുന്നു. വികാരിയെ ആളുകൾ രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ഉരുൾപൊട്ടൽ സംശയം ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ അധികൃതർ, ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഇത് സംബന്ധിച്ച വിശദീകരണം നൽകുന്നില്ല. കാരണം അത്തരത്തിൽ ഇല്ല എന്നുള്ള വിശദീകരണമാണ് അവിടെ നിന്നുള്ള ആളുകൾ പറയുന്നത്. ഏതായാലും പുഴയിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയുള്ള ജാഗ്രതാ നിർദ്ദേശം ഇതിനോടകം നൽകിയിട്ടുണ്ട്. മറ്റ് പ്രശ്നങ്ങളൊന്നും മേഖലയിലില്ല. നിലവിൽ മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. പ്രജിൻ, യെസ്, അപ്പോൾ ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നൊക്കെ പറയുന്നത് വെറുതെയാണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ അനാവശ്യമായ രീതിയിൽ ഭീതി ഉണ്ടാക്കുന്ന രീതിയിലുള്ള വാർത്തകൾ അത് സോഷ്യൽ മീഡിയയിലാണെങ്കിൽ പോലും നൽകാതിരിക്കുക. ശക്തമായ മഴ പെയ്തു, അവിടെ വലിയ കുത്തൊഴുക്കുണ്ടായി എന്നുള്ളതാണ് വാസ്തവം.